രാജാജി ഉദാഹരണം പറഞ്ഞു. രാജാജി നഗറിലെ ജനങ്ങളുടെ എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കെടുക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന ആ സമയത്ത് മാത്രം വരുന്ന ആളല്ല. 6 മാസത്തിന് മുമ്പ് ഡ്രെയിനേജ് പൊട്ടിക്കിടന്ന സമയത്ത് ഞാനിവിടെ ഒന്ന് കുത്തിയിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടി. ഇതുപോലെ ഈ അശോകനായാലും ഓമനക്കുട്ടനായാലും എല്ലാവരും ഇവർക്കെല്ലാം അറിയാവുന്ന സത്യമാണ്. അവരുടെയൊക്കെ ചോദിച്ചാൽ മതി കരമന ജയൻ എത്രത്തോളം ഈ രാജാജി നഗറിലെ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത്. ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടിട്ടുണ്ട്. ഇവർ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും ഇടപെട്ടുണ്ട്. ഞാൻ ചെയ്ത കാര്യമൊന്നും പറയുന്ന അങ്ങനെ ശരിയല്ലാത്തനോ. ഇപ്പോൾ കഴിഞ്ഞ എത്ര മാസമായി ഇവിടെ വിനിത 1 മാസത്തിന് മുമ്പ് ഇവിടുത്തെ ഒരു വലിയൊരു ഫംഗ്ഷൻ ഭാരതീയ ട്രസ്റ്റിൻ്റെ പേരിൽ വെച്ചിരുന്നു. ഇതൊന്നും തെരഞ്ഞെടുപ്പ് സമയം മാത്രം വരുന്ന ഒരു പ്രതിഭാസമല്ല. ഇപ്പോൾ 2 സ്ഥാനാർത്ഥികൾ അങ്ങനെയാണല്ലോ തെരഞ്ഞെടുപ്പ് വരുന്ന പ്രതിഭാസം. അതല്ല, രാജാജി നഗറിലെ ജനങ്ങൾ ഇവിടെ നോക്കിയോ ഭൂരിപക്ഷം എനിക്ക് വോട്ട് ചെയ്യും. ഞാൻ ഈ കോൺഗ്രസ് അത് അങ്ങനെ പറയട്ടെ. അങ്ങനെ ഇപ്പോൾ ഒരു BJP ജയിക്കുമെന്നായപ്പോൾ ആ ഡീല് നടത്തി ജയിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. അല്ലേ സാധി, ഈ ഡീല് നടത്തി കരമന ജയൻ ജയിച്ചു എന്ന് വരുത്താൻ വേണ്ടി കളിക്കുന്നതാണ്. ഇനി പിന്നെ കെ മുരളീധരൻ്റെ കാര്യത്തിലൊന്നും അദ്ദേഹം പറയുന്ന കാര്യത്തിനൊക്കെ എനിക്ക് നമുക്കോ BJPക്ക് ഒന്നും മറുപടി വരാനുള്ള സമയമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കും. ഏത് സ്ഥാനാർത്ഥികളൊക്കെ എല്ലാം സ്ഥാനാർത്ഥികളാണ്. അവരുടേതായിട്ടുള്ള കഴിവ് കണ്ട് അവരെ ആരും കുറച്ച് കാണുന്നില്ല. ഒരു വ്യക്തികളെ ഞാൻ കുറച്ച് കാണുന്നില്ല. ശക്തരായിട്ടുള്ള ആൾക്കാരുടെ പൊരുതിയാണല്ലോ ജയിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു അപരനെ CPM നിർത്തിയെന്ന് പറയുന്നത് അപരനല്ല, അത് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ രാജീവ് കുമാർ. CPMന്റെ എൻ്റെ സ്വന്തം സ്ഥലമാണ് മേലാർന്നൂർ കരമന. ഞാനവിടെ ഉണ്ടായിരുന്നു. അത് അവനല്ല. ശിവൻകുട്ടിയിലെടുത്ത് ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് രാജീവ് കുമാർ മത്സരിക്കുന്നത്. അയാൾ ഒരു പക്ക CPM പാർട്ടി ടിക്കറ്റുള്ള CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇതൊന്നും രാജീവ് ചന്ദ്രശേഖരനെ ബാധിക്കുന്നതല്ല. അതൊരു മഹാവ്യക്തിത്വമാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു എന്താ പറഞ്ഞ ഒരു ഹരമാണ്. അദ്ദേഹം 2024 തൊട്ട് ഈ വരെ 2 വർഷം ആവുന്നു. 2 വർഷം അദ്ദേഹം തിരുവനന്തപുരം പാർലമെന്റ് ചെറിയ വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. ഈ രാജാജി നഗറിലെ പ്രശ്നങ്ങളിൽ അദ്ദേഹം കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് വന്ന് ഇടപെട്ടിട്ടുണ്ട്. അവിടെ ജനങ്ങൾ കൊടും മഴയത്ത് വന്ന സമയത്ത് ഇവിടെ മഴ വീട്ടിനകത്ത് കുട പിടിച്ചിരിക്കുന്ന ഒരു അമ്മയെ കണ്ട് ആ അമ്മയ്ക്കുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇതൊന്നും തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് BJPക്ക് ഒരു അവസരം വരുന്നാൽ ഈ രാജാജി നഗർ ഇതുപോലെ ആയിരിക്കില്ല. രാജാജി നഗറിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ആധികാരികമായി പറയാൻ കഴിയും. കാരണം ഇവിടെ ഓരോ ഫ്ലാറ്റുകളും ഓരോ കാര്യങ്ങളും എനിക്കറിയാം. സെക്രട്ടേറിയറ്റ് തൊട്ടടുത്താണ്. എത്ര ദൂരം? ഇവിടെ എത്രയോ വർഷം കൊണ്ട് ഭരിച്ചു LDF UDF. ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് വികസനമാണ് ഈ രാജാജി നഗറിൽ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ കാണും, ഒരു ചാറ്റൽ മഴ പെയ്താൽ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ഈ പാവങ്ങൾ ജീവിക്കുന്നത്? മനുഷ്യരല്ലേ ഇവർ. ഈ മന്ത്രിമന്ദിരങ്ങളിലും MLA ഹോസ്റ്റലിലൊക്കെ സുഖമായി ജീവിക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ല. ഇവിടെ ഇറങ്ങി വരുന്നവർക്കറിയോ വോട്ട് പിടിക്കാൻ പോലും ഇങ്ങോട്ട് നേരെ ഇറങ്ങില്ല. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വളരെ രാജാജി നഗറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വികസനങ്ങൾ ആവശ്യമുണ്ട്. ഇവിടെ 1-2 മാസമാണ് ഡ്രെയിനേജ് പൊട്ടി ഇവിടെ ഒഴിയത്. പല കുട്ടികളും അസുഖം ബാധിച്ച് കുഞ്ഞുകുട്ടികൾ ഞാനിവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഈ സത്യം മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ വിളിച്ച് വന്നു. ഞങ്ങൾ സമരം ഇരുന്നു, നട റോഡിൽ കുത്തിയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രശ്നം പരിഹരിക്കുന്നില്ല. BJP സമരം ചെയ്തുകൊണ്ട് കോർപ്പറേഷൻ BJP വന്നിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ BJPയുടെ പ്രവർത്തകർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ ചെയ്യും, ഞങ്ങൾ ചെയ്ത് കാണിക്കും. രാജാജി നഗർ കോർപ്പറേഷൻ ഇവിടെ കുട്ടികൾക്ക് ഇവിടെ യുവാക്കൾക്ക് കളിക്കാൻ, ഈ ഫുട്ബോൾ കളിക്കാൻ മറ്റ് സ്കൂൾ അംഗങ്ങളിൽ പോകുന്ന സമയത്ത് കോളനിയിൽ നിന്ന് വരുന്നത് കൊണ്ട് മാത്രം അവരെ കളിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ മേയറോട് സംസാരിച്ചു. അടിയന്തരമായി തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടുത്തെ യുവാക്കൾക്ക് കളിച്ച് വളരാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മൾ ചെയ്യും. കോർപ്പറേഷൻ ചെയ്യും. പക്ഷെ ഞാൻ എൻ്റെ ഒരു ജീവകാരുണ്യ സംഘടനയായ ഭാരതീയ ട്രസ്റ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞു. ഈ പറയുന്നവരെല്ലാം ഇവിടെ വന്ന് നോക്ക്, ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. ഇവിടെ ജനം പറയട്ടെ, ഇവിടെ ആരാണ് സ്ഥിരമായി കാണുന്ന മുഖം? ഞാൻ മോശമായി പറയുന്നതല്ല. ഇവിടെ മന്ത്രി ഉണ്ടല്ലോ, മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ?
ഇവിടുത്തെ ജയിച്ചു പോകണ ഇവിടുത്തെ കൗൺസിലർ ഇവിടെ എന്താണ് ഇവരെ ഉപയോഗിക്കുന്നതല്ലാതെ ഇവിടെ ഞാൻ കേട്ടെ നിങ്ങളൊന്നാ യാത്ര ചെയ്ത് നോക്കതാ മാലി തകടം വേണ്ട എങ്ങനെ ജീവിക്കുന്നു ഇവിടുത്തെ ആൾക്കാർ? മാറ്റം വരാൻ വേണ്ടി തന്നെയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഏറ്റവും വലിയൊരു കോളനിയാണ് രാജാജി നഗർ. ഒരു സമയത്ത് ഇന്നത്തെ ഇവിടുത്തെ കുട്ടികളുടെ അവസ്ഥ എന്നറിയോ? വിദ്യാർത്ഥിനികളൊക്കെ ഇന്ന് നല്ല നിലയിൽ പഠിച്ച് വളരാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള പിള്ളേരാണ് ഇവിടെ ഉള്ളത്. ഡോക്ടറും എഞ്ചിനീയറും ഉന്നത നിലയിലേക്ക് എത്തുന്ന പല ലെവലിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഒരു 35-40 ഞാനൊക്കെ ഇവിടെ പ്രവർത്തന രംഗത്ത് യുവമോർച്ച രംഗത്ത് പ്രവർത്തിക്കാൻ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഗുണ്ടകളാക്കി ക്രിമിനലാക്കിക്കൊണ്ട് സമൂഹത്തിനെ വേണ്ടാത്തമാരാക്കി ഇവിടുത്തെ ചെറുപ്പക്കാരെ മാറ്റിയിട്ടുണ്ട്. ഇന്ന് മാറ്റം വന്നിട്ടില്ലേ? ഇവിടുന്ന് MBBS ജയിക്കുന്നില്ലേ? എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം എടുക്കുന്നില്ലേ? ഡിഗ്രി എടുക്കുന്നില്ലേ? ഫുട്ബോളിലെ കളിക്കാരൻ പേരെന്താ നമ്മളിപ്പം ശ്രീകുട്ടൻ ഇവിടെ ഏറ്റവും വലിയ കളിക്കാരനായി മാറിയില്ലേ? ഡാൻസിൽ കലാപരമായിട്ട് എല്ലാം. അതുകൊണ്ടാണ് ഒരു ജീവകാരുണ്യ സംഘടന ഞങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഞാൻ BJP അല്ലാതെ രൂപീകരിച്ചുകൊണ്ട് ഇതെല്ലാം ഒരു പ്രേരണ ഈ രാജാജി നഗറാണ്. എൻ്റെ ജീവിത മന്ത്രമാണ് ഈ രാജാജി നഗറിനെ ഉയർത്തുക എന്നുള്ളത്. അത് ഞാൻ ചെയ്യും. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 2 തവണ അട്ടിമറി നടത്തിയ ഒരാളാണ്. നിയമസഭയിലേക്ക് വരുമ്പോൾ പക്ഷെ അങ്ങനെയല്ലല്ലോ. കോർപ്പറേഷനിലും ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്, നിയോജക മണ്ഡലത്തിൽ ജനങ്ങളാണ്. ഇതുപോലെ പുതിയ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം. പുതിയറിൽ ഞാനൊരു പുതിയ ആളായിരുന്നു, എന്റെ കന്നി അംഗമായിരുന്നു. CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. BJP-ക്ക് സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ ആളെ കിട്ടാത്തൊരു സ്ഥലമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവിടെയാണ് പുതിയറിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചത്. ഒറ്റമില് 47 വർഷമായിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വിജയിക്കാത്ത, കോർപ്പറേഷന്റെ ചരിത്രത്തിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വിജയിക്കാൻ സാധിക്കാത്ത ഒരുപാട് മേയർമാരെ സംഭാവന നൽകിയിട്ടുള്ള ഒറ്റമിൽ വിജയിക്കാൻ സാധിച്ചു. അപ്പൊ ഇതൊക്കെ തന്നെ നടക്കുന്നത് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. ഇതിന്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു വാഗ്ദാനം ഞാൻ കൊടുത്തിട്ടുള്ളത്, ഞാൻ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ വീടും സ്ഥലവും ഇല്ലാത്ത 50 പേർക്ക് സ്വന്തം നിലയിൽ നമ്മൾ വീട് നിർമ്മിച്ചു നൽകും. മെയ് 4 വോട്ട് ചെയ്തപ്പോൾ എഴുതി വെച്ചോളൂ. ഞാൻ നിങ്ങളെ മാതൃഭൂമി ചാനലോട് പറഞ്ഞു, എഴുതി വെച്ചോ നിങ്ങൾ. മെയ് 4 വോട്ടെടുമ്പോൾ 10 മണിയാവുമ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി T. രനീഷ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ നിങ്ങൾ 2008 മുതൽ 18 കൊല്ലം കോൺഗ്രസ് തപ്പി നോക്കി എന്നെ അറ്റാക്ക് ചെയ്യാൻ ഒരു ശ്രമമില്ല, 2 ശ്രമമില്ല, എത്രയോ ശ്രമം നടത്തിയതാണ്. 2008 ഞാൻ 2G സ്കാം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് എന്നെ റെയ്ഡ് ചെയ്ത് എന്നെ ഉപദ്രവിക്കാൻ നോക്കിയ ഈ കോൺഗ്രസ് പാർട്ടിയും അത് കഴിഞ്ഞിട്ട് CPM-ഉം എന്നെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നതാണ്, അതൊന്നും നടക്കില്ല. ഈ 24 പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് റീസൈക്കിൾ ചെയ്ത് ഈ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഏറെ ബഹുമാനത്തോട് പറയുന്നു, മോനെ വിട്, വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യൂ. അതാണ് ജനങ്ങളുടെ ആവശ്യം. എന്റെ വീട്, എന്റെ മോട്ടോർ സൈക്കിൾ, എന്റെ ഇൻകം ടാക്സ്, എന്റെ ഭാര്യ, എന്റെ മറ്റേത് ഇഷ്യൂ ആണെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. 24 നിങ്ങൾ ഇത് റേസ് ചെയ്ത ഇഷ്യൂ ആണ്. 2 കൊല്ലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല. അപ്പോ ഈ ഒരു നുണ പ്രചരണമെല്ലാം നടത്തി ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനോ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, BJP-നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട, അതൊന്നും നടക്കില്ല. നിങ്ങൾക്ക് സത്യസന്ധയായിട്ട് മത്സരിക്കണമെങ്കിൽ മത്സരിക്കുക, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് തോൽക്കും എന്ന് 100% പേടിയോണ്ടാണ് ഈ ഒരു പുതിയ തന്ത്രം, ഒരു പുതിയ രീതി. കോൺഗ്രസിന്റെ പുതിയ രീതിയല്ല, പഴയ രീതി. പക്ഷെ ഈ ഇലക്ഷനിലൊരു ഇൻട്രൊഡക്ഷൻ. എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസും CPM അവരുടെ ഒരു അന്ധധാരണ. പിന്നെ അവര് ഈ സൃഷ്ടിച്ചൊരു നറേറ്റീവ്. ഇന്നും ആ കേസ് അലൈവാണ് ക്രിമിനൽ കോർട്ടിൽ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പറഞ്ഞു, ഞാൻ സമുദായ നേതാക്കന്മാർക്ക് കാശ് കൊടുത്തിട്ടാണ് ജയിക്കാൻ പോകുന്നത്. അപ്പൊ അവര് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ ജയിക്കാൻ പോകുന്നു. പേടിച്ചിട്ട് അതൊരു പ്രചരണം നടത്തി. ഇന്ന് അവര് കോർട്ടിൽ പറഞ്ഞു, ഇല്ല ഞങ്ങൾ പറഞ്ഞില്ല. അപ്പോ എന്റെ വീട്ടോ എന്റെ ഇൻകം ടാക്സോ ഇതിനെക്കുറിച്ച് കോൺഗ്രസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോർട്ടിൽ പോവുക, പരാതി ഫയൽ ചെയ്യുക. ഞാൻ തയ്യാറാണ് അതിന് ഡിഫെൻഡ് ചെയ്യാൻ. 20 കൊല്ലമായി ഞാൻ പോളിറ്റിക്സിൽ. ഒരു ഒറ്റ ബ്ലാക്ക് മാർക്ക് എന്റെ പൊളിറ്റിക്കൽ റെക്കോർഡിൽ ഇല്ല. കോൺഗ്രസ് പറഞ്ഞാലോ, കോൺഗ്രസ് ഒരു നുണ പറഞ്ഞാൽ അതിലൊരു മാറ്റം വരാൻ പോകുന്നില്ല എന്ന് ഞാൻ കൃത്യമായി